ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സോയ 65ൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 കപ്പ് സോയാ ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോയാ ബോൾസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുക്കാം. ഇപ്പോൾ അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലെ വെള്ളം മുഴുവനായിട്ട് കളഞ്ഞെടുക്കണം. ഇപ്പോൾ വെള്ളം നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂണോളം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണോളം നാരങ്ങാനീരിന് പകരം വിനാഗിരി ചേർത്താലും മതിയാകും. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ കൈ വച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയി കിട്ടണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ആ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാ ബോൾസ് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. സോയാ ബോൾസ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ആ കറിവേപ്പിലയും പച്ചമുളകും ഒന്ന് മൂത്ത് തന്നെ വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കറിവേപ്പിലയും പച്ചമുളക് കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളി സോയ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൈഡ് ഡിഷായിട്ടും സ്റ്റാർട്ടഡായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും